മികച്ച പ്രൊഫഷണൽ ആവാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിലേക്ക് എങ്ങനെ എത്താമെന്ന് ഇന്ന് ഡിഗ്രി കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അറിയാറില്ല. ഇന്ന് ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സെക്യൂർ ആയ ഒരു മേഖലയിൽ വരുന്നതാണ് പ്രൊഫഷണലിസ്റ്റിന്റെ ജോബ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് IT ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പക്ഷേ ഇന്ന് മാനേജർ ആകാൻ പലപ്പോഴും പല ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കുമുള്ള ഒരു മെയിൻ ഡൗട്ടാണ്, ഞങ്ങൾ ഏതെങ്കിലും ഒരു MPA പ്രോഗ്രാം ചെയ്യേണ്ടേ എന്നുള്ളത്. പക്ഷേ ഇന്നൊരു MPA പ്രോഗ്രാം ചെയ്താൽ മാത്രമാണോ ഒരു പ്രൊഫഷണൽ ആവാൻ സാധിക്കുക? ഇന്ന് ഒരുപാട് ഡിപ്ലോമ പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഏതെങ്കിലും ഡിപ്ലോമ ചെയ്താലും സാധിക്കില്ല കേട്ടോ. നമ്മൾ ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം ഇന്റർനാഷണൽ വാല്യൂഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. അങ്ങനെ ഡിപ്ലോമ ചെയ്യുന്നത് വഴി നമുക്ക് 1.5 വർഷത്തോളം അവിടെ സേവ് ചെയ്യാനും ആ ഒരു 6 മാസം കൊണ്ട് ഇന്റർനാഷണൽ വാല്യൂഡ് ആയിട്ടുള്ള ഡിപ്ലോമ കരസ്ഥമാക്കി കഴിഞ്ഞാൽ മികച്ച ഒരു പ്രൊഫഷണലായി കരിയർ സ്റ്റാർട്ടപ്പ് ചെയ്യാനും ഇന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് സാധിക്കും. ഇന്ന് പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കമ്പനിയിൽ ഒരു അല്ലേ ആവശ്യമുള്ളൂ, ഇത്രമാത്രം വേക്കൻസീസും അവസരങ്ങൾക്കും ഞങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഓരോ കമ്പനിയുടെയും ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്പേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫിന്റെ നമ്പേഴ്സ് അനുസരിച്ചാണ്. കാരണം ഒരു കമ്പനിയിൽ തന്നെ ഒരു വിങ്ങിൽ തന്നെ പല സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ്, പേറോൾ, ട്രെയിനിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പോസ്റ്റുകളാണ് ഇന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ കാത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരിക്കലും അത് ഇന്ത്യയിൽ മാത്രമായിട്ടോ കേരളത്തിൽ മാത്രമായിട്ടോ ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ തന്നെ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. സോ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന കോഴ്സ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ലോകത്തിൽ എവിടെ പോയാലും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണെന്ന് എൻഷുർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. അതും പണ്ടത്തെ പോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസിൽ നിന്നും മാറ്റിപ്പിടിച്ച് ഏറ്റവും കാലത്തിനനുസരിച്ച് മാറ്റമായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് വഴി നിങ്ങൾ 6 മാസം കൊണ്ട് തന്നെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള മികച്ച ഒരു പ്രൊഫഷനായി നിങ്ങളുടെ കരിയർ ഇന്ത്യയിലോ ഇന്ത്യക്കകത്തോ പുറമെയോ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള പ്രോഗ്രാംസ് ആണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി ഇന്ന് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കോഴ്സിന്റെ കൂടെയുള്ള ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടത്ര സ്കിൽസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് മാറ്റങ്ങൾ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയും നമുക്ക് മികച്ച പ്ലേസ്മെന്റ് ടീം തന്നെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടും. പിന്നെ കമ്പയർ ടു അതർ കോസ്റ്റ്ലി കോഴ്സസ് ഇതിന്റെ കോസ്റ്റ് അത്രയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ഒരു ജോലിയിലേക്കുള്ള കവാടം ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി തുറന്നു തരാണ്, ചെറിയ രജിസ്ട്രേഷൻ ഫീ മാത്രം വാങ്ങിക്കൊണ്ട്. കോഴ്സ് ഫീ നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം തവണകളായി അടച്ചാൽ മതിയെങ്കിലോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയർ ലഭിക്കട്ടെ. താങ്ക്